ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഇപ്പം രാവിലെ പെട്ടെന്ന് നേരം വെളുക്കണ പോലെയല്ലേ, പോലെ നല്ല നേരം വെളുക്കുന്നുണ്ട്. 5:30 കഴിയുമ്പോഴേക്കും നമ്മുടെ സൂര്യനെ കുതിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം സമയം 5:45 പക്ഷെ നോക്കി പുറത്തേക്ക് ഇത് വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്കിപ്പോൾ നല്ല ഇഷ്ടമാണ്. കാരണം വെളിച്ചമുണ്ടല്ലോ. മറ്റേത് രാവിലെ എണീക്കുമ്പോൾ ഇരുട്ടല്ലേ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതേ മഴയൊക്കെ ഒന്ന് പെയ്തിട്ടുണ്ട് കേട്ടോ. ഉമ്മർത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല തണവുണ്ടായിരുന്നു. പിന്നെ നേലൊക്കെ അതേ നല്ല തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം വാതിലൊക്കെ അടച്ചിട്ട് നേരെ കിച്ചണിലേക്കാണ് പോണത്. കാരണം നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ 5:45 എനിറ്റാലും നമ്മുടെ വീഡിയോ എടുക്കലും ട്രൈപോഡ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴേക്കും അരമണിക്കൂർ അവിടെ വേറെ വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും എടുക്കാൻ നിന്നില്ല. അതാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും നിൽക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടക്കറിക്കുള്ളത് മുട്ട പുഴുങ്ങാനാട്ടോ വെച്ചേക്കണത്. മുട്ട കെറ്റിലിൽ ഞാൻ മുട്ട പുഴുങ്ങൂലോ. അപ്പോൾ ഞാൻ കെറ്റിലാണ് മുട്ട പുഴുങ്ങാറ് കേട്ടോ. ഇപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം അപ്പോൾ അതിൽ ഇതേ മുട്ട ഇട്ടിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. പിന്നെ അത് കഴിക്കാൻ നേരത്തെ ഞാൻ എടുക്കുള്ളൂ. അങ്ങനെ കിടന്ന് വെന്തോട്ടേന്ന് വെക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഉരുളൻകിഴങ്ങൊക്കെ എടുത്തിട്ട് തേജപ്പന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ടോ. പിന്നെ ചോറിനുള്ള വെള്ളവും ചായക്കുള്ള വെള്ളവും അത് പിന്നെ പതിവാണ്. ഞാൻ കിച്ചണിൽ കയറിയ രാവിലെ എന്നും ആദ്യം ചോറിനും ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടാണ് തുടങ്ങാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതേ വെച്ചു. ഇനി തലേന്ന് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരിക്കുള്ളത് ഞാൻ ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പൊട്ടാറ്റോയൊന്നും അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമില്ല, മടി മാത്രം. അപ്പം ഞാൻ ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റ് ഉപ്പേരിയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഉപ്പേരി വെക്കാച്ചിട്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വേഗത എടുത്ത് കഴുകി ഒന്ന് വെള്ളം വരാൻ വെച്ചേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വല്ലാണ്ട് വെള്ളമൊന്നും വരാൻ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനത് ഇങ്ങനെ വെച്ചു, ഇനി അത് പിടിച്ച് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വേഗത ഞാൻ സബോള, നമ്മുടെ ഉള്ളിക്കറി മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള സബോളയും മുട്ടക്കറിക്കല്ല കേട്ടോ, അത് ഉപ്പേരിക്കുള്ളതാട്ടോ, വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചമുളകൊക്കെ ഇട്ട് അരിയണത്. അതിൻ്റെ ഇടയ്ക്ക് ശർക്കര ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ശർക്കര ഇട്ടപ്പെടുത്തിട്ടത്. പിന്നെ കാപ്പി തിളച്ചപ്പതേ വേഗം ജഗ്ഗിലേക്ക് മാറ്റി ആ പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് വേഗം ഞാൻ ഉപ്പേരിക്കുള്ള പരിപാടിയായിട്ട് നോക്കണത്. അപ്പം അതിലേക്ക് ഞാൻ സബോളയും പച്ചമുളകും ഉണക്കമുളകും വെളുത്തുള്ളിയും കറിവേപ്പില ഇതേ കുനുകുനുന്നെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേഗം ഇളക്കി ഒന്ന് വയറ്റി വന്നതിന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ മറ്റേ തിങ്കളിൻ്റെ ആണ്. ഇപ്പം അത് കഴിയണ വരെ അത് തന്നെയാണ് ഊട്ടൻ്റെ. അപ്പോൾ അതൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ ഉപ്പേരി വാരാൻ വെച്ചതുണ്ടല്ലോ പച്ചക്കറി, അതൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. ഞാൻ ഇത്ര വെള്ളം ഒഴിക്കാറുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ വേവിക്കാൻ വെക്കാറ്. അങ്ങനെ അതൊന്ന് വേവിക്കാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഇതേ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് വന്നാൽ ഞാനത് നേരെ ജാക്സണിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പൊട്ടാറ്റോ തേജുവിന് വറുത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതേ പൊട്ടാറ്റോൻ്റെ തോല് കളയുകയാണ് കേട്ടോ. ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈശ്വര ഇത് ഇന്നലെ ഇങ്ങോട്ട് നുറുക്കി വെച്ചാൽ മതി കിടന്നു. ആദ്യം തേജുവിന് റൗണ്ട് ഷേപ്പിൽ കൊണ്ടുപോകാനായിരുന്നു കേട്ടോ ഇഷ്ടം. ഇപ്പം അവനിങ്ങനെ നീളനെ കോലാക്കിയിട്ട് ഇടാനായിട്ട് ഇഷ്ടം. അപ്പം അതുപോലെ ചെയ്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഇതൊക്കെ കുറച്ചായിട്ട് ഇടണുള്ളൂ. വളരെ കുറച്ചിട്ടിട്ട് ഇതേ നന്നായി ഇളക്കി പരട്ടി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഇതേ പാത്രം ചെറുതായിട്ടൊക്കെ തെറിച്ച് പോകായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മുട്ടക്കറിക്കുള്ള സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇതൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് എടുത്തിട്ട് ഞാൻ പാത്രത്തേക്ക് മാറ്റി വേഗം ആ പാത്രം കഴുകിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കണത്. അപ്പോൾ അതൊക്കെ വേഗം കഴുകിയിട്ട് ഇതേ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചു. പിന്നെ ഇപ്പുറത്ത് ഞാൻ പൊട്ടാറ്റോ വറക്കാമെന്നും കൂടി വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനും കൂടിയും ഓയിൽ 2 പാത്രത്തിലും ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം മുട്ടക്കറി ഉണ്ടാക്കണത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാട്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കണത്. ഞാനിപ്പോൾ നോർമലി ഞാൻ മുമ്പേ വെച്ചിടുന്ന പോലെയായിട്ട് ഉണ്ടാക്കണത്. നമ്മൾ അരിഞ്ഞ് വെച്ചതൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. തക്കാളി മാത്രമായിട്ട് ഇടാത്തുള്ളൂ. പച്ചമുളക്, വെളുത്തുള്ളി, സബോള, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വയറ്റി എടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലെ പൊട്ടാറ്റോ ഇങ്ങനെ കുറച്ച് ശേഷം വറുത്തോണ്ടിരിക്കുക കേട്ടോ. ഇത് തേജുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. ചോറ് കൊണ്ടുപോയിരുന്ന പാത്രം ഇടുന്നത്. ഇപ്രാവശ്യം ഇക്കൊല്ലം ഞാനത് ഇങ്ങനെയൊക്കെ ഓരോന്ന് അവന് സോയാബീനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വറക്കുമ്പോൾ ഇടാനുള്ള ഒരു പാത്രമാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടുത്ത സെക്ഷൻ ഇട്ടു. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. വലിയ മഴ ഇങ്ങനെ ആ മഴ പെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പറഞ്ഞയക്കാൻ ഭയങ്കര മടി കേട്ടോ. ഭയങ്കര മടിക്ക് പറഞ്ഞയക്കാൻ. അങ്ങനെ മടിയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. മഴ പെയ്യുമ്പോൾ
മഴ പെയ്യുമ്പോൾ മാത്രം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് വെട്ടയക്കാൻ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് മഴ നോക്കിയപ്പോഴേക്ക് ഇതേ നമ്മുടെ സബോളയൊക്കെ വയറ്റി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതേ നമ്മുടെ 2 തക്കാളി ആയിട്ടാണ് ഞാൻ മുറിച്ചിട്ടേക്കണത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേ പൊട്ടാറ്റോയും വേഗം സൈഡിൽ കൂടെ സെറ്റാക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല മഴ പെയ്യുമ്പോഴേക്കും അവനെ പഠിക്കാൻ വേണ്ട നല്ല മടി കേട്ടോ. അവനേക്കാൾ മടിയാണ് എനിക്ക് അവനെ പറഞ്ഞയക്കാൻ. നമുക്ക് പറഞ്ഞയക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടല്ല, എന്തോ മഴ പെയ്യുമ്പോൾ അതിനിങ്ങനെ കൊണ്ടുവിടാൻ തോന്നാറില്ല കേട്ടോ. വണ്ടിയിലൊക്കെ കയറ്റി അങ്ങനത്തെ ഒരു മൈൻഡ് വരും. പക്ഷെ കഴിഞ്ഞ പോലെ എനിക്കത് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. മഴ പെയ്താൽ ഞാൻ അന്ന് അവനെ പഠിക്കാൻ വേണ്ടിയില്ല അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ഇതുണ്ട്, കാരണം അവൻ ഹാപ്പിയാണ്. പിന്നെ ഇതേ പൊട്ടാറ്റോയൊക്കെ ഫുള്ള് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാതും ഇതേ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ആ പാത്രങ്ങൾ കുറച്ചൊക്കെ കഴുകാനുണ്ടായിരിക്കും കേട്ടോ. കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ, കാരണം ഞാൻ ഒരുവിധമൊക്കെ ഒറ്റ പാത്രത്തിൽ തന്നെ വെച്ച് തീർക്കാൻ നോക്കുന്നുണ്ട്. അല്ലാണ്ട് പാത്രം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. സത്യം പറഞ്ഞതേ ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ്. അപ്പം മുട്ടക്കറിക്കുള്ളത് ഇതേ വയറ്റി കേട്ടോ. നമ്മുടെ എന്താ പറയുക, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് ഇതേ വയറ്റിയിട്ട് ഒന്നുകൂടി മൂടി വെച്ചു കേട്ടോ. അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്, പച്ചച്ചോയ വിടാനേ. പിന്നെ ആ നേരം കൊണ്ട് ഇത് ആകേണ്ട 4 പാത്രം തന്നെ ഉള്ളൂ കേട്ടോ. ആ പാത്രങ്ങളൊക്കെ ഇതേ കഴുകി വെക്കുന്നുണ്ട്. ആ പാത്രം ഉണ്ടല്ലോ, മറ്റേത് ഞാൻ പുള്ളിക്കറി ഉണ്ടാക്കണത്, ആ പാത്രയ്ക്ക് ചിത്തിരി വെച്ച് ഹൗസ് വാമിങ്ങിന് കൊടുന്നു തന്നിട്ടുള്ളതാട്ടോ. ആകെ അങ്ങനത്തെ മോഡലൊരു പാത്രം ഉണ്ടെങ്കിൽ അതന്നെ ഉള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് വയറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഇതേ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ ചെയ്യുക. പിന്നെ അതേ ഒരു സൈഡിൽ നിന്ന് വേഗം ഞാൻ ചപ്പാത്തി ചുട്ടെടുത്ത് തുടങ്ങി കേട്ടോ. അത് വേഗം കഴിയും. പിന്നെ അവിടേക്ക് ഒന്ന് ഇതേ തുടച്ച് ക്ലീൻ ആക്കുക കേട്ടോ. ഓൾറെഡി ഞാൻ അപ്പുറത്തെ സൈഡ് തുടച്ച് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം. പിന്നെ അതേ ചപ്പാത്തിയുടെ പണി കഴിഞ്ഞപ്പോൾ പൊടിയൊക്കെ തെറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാസൊക്കെ പൊക്കി മാറ്റി വെച്ച്, ഗ്യാസല്ല സ്റ്റൗവൊക്കെ പൊക്കി മാറ്റി വെച്ച് തുടയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ അത് അവിടെ മൊത്തം തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ ഇതൊരു വിധം നമ്മുടെ സ്ലാബ് മൊത്തം പണി കഴിഞ്ഞു കേട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ചോറൊക്കെ വാർക്കാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ തേജപ്പനെ ഏൽപ്പിക്കാൻ പോവാ കേട്ടോ. ആദ്യം തന്നെ ഈ കർട്ടനൊക്കെ നീക്കി വെളിച്ചം കുറച്ച് ഉള്ളിക്ക് കിടന്നാൽ തന്നെ കുട്ടി പതുക്കൊന്ന് ഉറക്കത്തുനിന്ന് എനിക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് മടി ഉണ്ട് കേട്ടോ, കരഞ്ഞിട്ടാണ് ബാത്റൂമിലേക്ക് വരണത്. അങ്ങനെ അവനെ ഞാനിതേ ബാത്റൂമിൽ ഇരുത്തി. പിന്നെ ഞാൻ ബാക്കി പാത്രങ്ങൾ കുറച്ചുകൂടി കഴുകാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് കഴുകി തീർക്കണ നേരം കൊണ്ട് തന്നെ അവൻ്റെ 1ഉം 2ഉം ഒക്കെ സാധിക്കൽ കഴിക്കും കേട്ടോ. അതാണ് ഇപ്പോൾ പൊതുവേ കുറച്ച് മാറ്റങ്ങൾ ഞാൻ വരുത്തിയിരിക്കണത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് അവിടേക്ക് ഇതേ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടാണ്. ഇത് കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിലെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിയൂട്ടാ. ആ ഒരു സിങ്കും കൂടി വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിനത് അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കി. പിന്നെ ഇത് വിൻഷേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിൻഷേട്ടനോട് മുട്ട കെറ്റിലിൽ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചിട്ട് മുട്ടക്കറിയിൽ ഇട്ടോളോട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പണി വിൻഷേട്ടന് കൊടുത്തു. പിന്നെ തേജുവിന് കുളിക്കാനുള്ള വെള്ളം കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കെറ്റിൽ തന്നെയാണ് വെക്കുക. എന്നിട്ട് ഞാൻ വേഗം അവിടെ ഈ ഒരു സ്ലാബും കൊണ്ടും തുടയ്ക്കാണ്ടായിരുന്നു. ഞാൻ തന്നെ പരത്തിയതാണ്. ഒക്കെ വേറെ ആരും ഇവിടെ പരത്തായില്ല. ഇവിടെ പരത്തുണ്ടെങ്കിൽ അതുമ്പോൾ ഞാൻ മാത്രമേ ഇവിടെ പരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതേ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അവിടെയും കൂടി വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇതാവുമ്പോഴേ നമുക്ക് മോൾ ഭാഗമൊക്കെ തുടച്ച് കൈയോടെ കഴിച്ച് കഴിഞ്ഞാൽ തേജ് പോയി കഴിഞ്ഞാൽ എനിക്ക് അടിച്ചു വരിക തുടയ്ക്കുക പണിയേ വേണ്ടു. വേറെ ടേബിളും ഇതുപോലെ സ്ലാബും അവിടെ ഒന്നും വൃത്തിയാക്കാൻ നടക്കണം. നിലം മാത്രം അടിച്ച് തുടയ്ക്കലേ വേണ്ടു. അതുകൊണ്ടാണ് ഇത് കൈയോടെ ഞാനിങ്ങനെ തീർക്കണത്. ഇതാവുമ്പോൾ ഒരു ചൂടുണ്ടാവും എനിക്ക്. പിന്നെ വേഗം അവൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ബാത്റൂമിൽ ഇരിക്കില്ല. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ബെഡ്ഷീറ്റും അവിടെയൊക്കെ ഇതേ കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. കുറേ പേര് ഇതിൻ്റെ ലിങ്കൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കംഫർട്ടർ നമുക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് തന്നിട്ടുള്ളത് കേട്ടോ. കൊളാബിന് ഒരു വലിയ കംഫർട്ടർ സെറ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിൻ്റെ വീഡിയോ കേട്ടോ. ബാക്കി നമ്മളിത് മീഷോന്ന് കൊണ്ട് എടുത്തിട്ടുള്ളതാണ്. ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരെ തേജുവിനെ കുളിപ്പിക്കാനായിട്ടാണ് പോയത്. അങ്ങനെ അവനെ കുളിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുട്ടീനെ ഉഷാറാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. മഴ പെയ്യണോണ്ട് തണുക്കുന്നുണ്ട്, അതാണ് എന്നെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണത്. അങ്ങനെ വേഗത അമ്പാട്ടീനെ തൊഴുതോ അമ്മ കഴിക്കാനുള്ളത് എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇത് കുട്ടീനെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടില്ല അമ്മ വീഡിയോ എടുക്കുന്നിട്ട് അമ്മ എടുക്കാൻ പോയാൽ മതി. ഇതെന്തൊക്കെ എണ്ണി പറക്കിട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണ്ടോ എന്ന് നോക്കിയിട്ടാട്ടോ കുട്ടി റിമോട്ടൊക്കെ എടുത്ത് 2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കണത്. അപ്പം ഞാനിത് അവന് ചപ്പാത്തിയും മുട്ടക്കറിയും ഒക്കെ ആക്കിയിട്ട് അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവന് സ്കൂളിലേക്ക് നമുക്ക് നോണ് കൊടുത്തയക്കാൻ പറ്റില്ല. അവിടെ വെജ് മാത്രമേ ഉള്ളൂ, നോണ് കയറ്റില്ല സ്കൂളിൽ. അതുകൊണ്ട് മുട്ടയൊന്നും കൊടുത്തയക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതേ അവന് മുട്ട കൊടുത്തു കേട്ടോ, മുട്ടക്കറിയും ചപ്പാത്തിയും കൂടിയിട്ട്. അപ്പോൾ അതിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം കുളിക്കാൻ പോയി. അവൻ ആ കഴിക്കേണ്ട നേരം കൊണ്ട് ഞാൻ എൻ്റെ കുളിയും കൂടിയും തീർത്ത ആ പണിയും കൂടി എൻ്റെ കഴിഞ്ഞുല്ലോ. അപ്പോൾ അത് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ വേഗം വിളക്ക് കൊളുത്താനായിട്ടാണ് നോക്കണത്. കാരണം വിൻഷേട്ടൻ കുളിക്കാൻ കയറിയിട്ടുള്ളൂ തോന്നുന്നു. ഞാനാണ് ആദ്യം കുളിച്ച ആൾ. അപ്പോൾ ഞാൻ വിളക്ക് കൊളുത്തി. ഞാൻ കുളിക്കണത് വേറെ ഒന്നല്ല കേട്ടോ. രാവിലെ മീൻസ് ഇത്ര നേരത്തെ ഇവർ രണ്ടാളും പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. പക്ഷെ തേജു വെക്കേഷനുള്ള ടൈമിലൊക്കെ ഞാൻ 10 മണി ആ ഒരു സമയത്തൊക്കെ എന്നെ കുളിക്കട്ടെ. ഇത്ര നേരത്തെ 7:30 കുളിച്ചിടുന്നില്ല. നല്ല മഴ ഉണ്ട്. ഞാൻ വിചാരിച്ച് പോവാനാവുമ്പോഴേക്കും മഴ കുറയുന്നു. പക്ഷെ ഇതുവരെ മഴ കുറഞ്ഞിട്ടില്ല. പക്ഷേ ആ വണ്ടിയിൽ പോയിട്ട് അവിടെ ഇറങ്ങണ വരെ മഴ ഇല്ലെങ്കിൽ സുഖമാണ്. പിന്നെ അവിടെ എത്തിയിട്ട് മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ.
പിന്നെ ഞാൻ അവന് കഴിക്കാനുള്ള ഫുഡാക്കാണ് കേട്ടോ. അതേ ചോറാക്കിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞി പാത്രത്തിൽ ഇതേ പൊട്ടാറ്റോ ഫ്രൈ ആക്കിയിട്ടുണ്ട്. അതങ്ങനെ അതിൽ വെച്ചിട്ട് ഒരൊറ്റ അടച്ച അത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അവന് ഇതേ മുട്ടക്കറിയിലെ കറി മാത്രം ആക്കിയിട്ടുണ്ട്. പിന്നെ ബീൻസും മറ്റേ ക്യാരറ്റും ഉപ്പേരിയില്ലേ അതാക്കി കൊടുത്തു. പിന്നെ സ്നാക്സ് ആക്കിയിട്ട് ഞാനിതേ കുറച്ച് ബദാമും കാഷ്നട്ട്സും കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. അത് പിന്നെ തണ്ണിമത്തം കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഈ ഒരു കഷ്ണം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തണവായാലും അവനിത് ഉണ്ടെങ്കിൽ അവന് ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ് ആക്കുന്നുണ്ട്. ഇത് കഴിക്കൂലേന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഈ കാഷ്നട്ട്സും നമ്മുടെ തണ്ണിമത്തനും മാത്രമേ കഴിക്കുന്നുണ്ടായിരിക്കുള്ളൂ. എന്നാലും ഞാൻ വെച്ച് കൊടുത്തു. വണ്ടിയിൽ അങ്ങനെ വരച്ച് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്നലെ പിന്നെ ബുക്സ് ഒന്നും ഞാൻ ആ ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അധികം ഒന്നും ആക്കാല്ലേ. പക്ഷേ ഏതൊരു ബുക്ക് അവൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബുക്ക് ഞാനിതേ മറക്കാതെ അതിൻ്റെ ഉള്ളിക്ക് വേഗം വെച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതേ പൊതിഞ്ഞ് അതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ പറയുന്നുണ്ട് കളർ പെൻസിലൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അതൊക്കെ ആണെങ്കിൽ ഇതേ പെട്ടിന്നൊക്കെ തുറന്നിട്ട് എവിടെയോ കൊണ്ട് ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാനിത് എല്ലാ കളറും ഇതേ പറക്കി എടുത്തിട്ട് വേഗം ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചു കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും വിൻഷായിട്ട് ഇതേ അവനെ പുറപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം അവന് കുറി എടുക്കാനും ഡ്രസ്സൊക്കെ കൊടുന്ന് വെച്ചു കൊടുത്തു കേട്ടോ. വിൻഷായിട്ടൊന്ന് പോണോ പോണ്ടേ എന്നുള്ള ഡൗട്ടിലാട്ടോ നിൽക്കണത്. വേറെ ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു തണ്ടിൽ വേദന ഉണ്ട്. അപ്പോൾ കുറേ പേര് കേട്ടത് തൊണ്ടവേദന എന്നാണ്. തൊണ്ടവേദനയല്ല, ചെറിയൊരു ബാക്ക് പെയിൻ ആണ് കേട്ടോ. അത് വിൻഷാട്ടിന് ഈ ഒരു മഴക്കാലം വന്ന് ഉണ്ടാവാറുണ്ട്. 2-3 കൊല്ലം അടുപ്പിച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീരിറങ്ങിയതാണെന്നാണ് ഞങ്ങൾ വിചാരിക്കണത്. അപ്പോൾ ഇതേ നമ്മൾ പുറത്ത് വന്ന് നോക്കിയിട്ടോ. എല്ലാ പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ബസ് കയറാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ തോർന്നിട്ടുണ്ട് കേട്ടോ. അതുവരെ നല്ല മഴയായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഈശ്വര ഒന്ന് മഴ കുറയണേ, വണ്ടിയിൽ കയറി സ്കൂൾ എത്ര വരെ ഒന്ന് മഴ പെയ്യാണ്ടിരുന്നാൽ മതി, ഒന്ന് കുറഞ്ഞാൽ മതി. അവിടെ എത്തി കയറി ഇരിക്കണ വരെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇവർക്ക്, ഇവർ അത്രയ്ക്കല്ലേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ അത് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതേ സമയത്ത് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം പോവാണ്. തേച്ചിട്ട് ആരും എടുക്കടാ. തേജ് ഇറങ്ങാൻ നേരത്ത് ഞാൻ പ്രാർത്ഥിച്ച പോലെ മഴ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ വിൻഷേട്ടൻ നല്ല കൺഫ്യൂഷനിലായിട്ട് ഇരിക്കണത്. കാരണം ഇന്ന് വിൻഷേട്ടന് ഓഫീസ് മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അവർക്ക് ഇവിടെ നമ്മുടെ അതിരപ്പള്ളി അവിടെ മീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, റിസോർട്ട് എടുത്തിട്ട്. അപ്പോൾ അതിന് എന്തായാലും പോകണം. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ വിൻഷേട്ടൻ എത്ര ദൂരം ഇങ്ങനെ പോവും വെയ്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കണത് കേട്ടോ. ഞാൻ അപ്പോൾ അതേ കുറേ പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് തോന്നുന്നു കേട്ടോ. വിൻഷേട്ടൻ എന്താ ജോബ് എന്ന് ചോദിക്കുന്നുണ്ട്. വിൻഷേട്ടൻ കൊട്ടാക് മഹീന്ദ്രയിലാണ് കളക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. ആദ്യം ബജാജിലായിരുന്നു. മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ബജാജിലായിരുന്നല്ലോ. ഇപ്പോൾ ഒരു 6-7 മാസമായിട്ടുണ്ടാവും കേട്ടോ കൊട്ടാക്കിലേക്ക് മാറിയിട്ട്. പിന്നെ ഇതേ ഇറങ്ങിയിട്ടോ, അവൻ്റെ വണ്ടി വരാറായിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ അവനെ വണ്ടി കയറ്റാൻ പോവാണ് കേട്ടോ. ഇവള് പറഞ്ഞ പോലെ നല്ല അവസ്ഥയാണ്, എന്താ ചെയ്യാ, പോവാണ്ടിരിക്കാൻ പറ്റൂല. എന്നാ വെയ്യേനി എന്താ ചെയ്യൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ ഓരോന്ന് പറഞ്ഞ് കളിയൊക്കെ വിഷമമായിട്ട് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചില്ല എന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്നത് നടന്ന് കളിയൊക്കെയാണ് കേട്ടോ. ഞാനിപ്പോൾ തേജുനാക്കാൻ പോകുമ്പോഴും വീഡിയോൻ്റെ പിന്നിൽ നന്നായിട്ട് തന്നെ കളിയാക്കുന്നുണ്ട്. ഞാനത് ആ വോയിസ് കട്ട് ചെയ്തേക്കാന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതേ ഗൈസ് വേറെ ഒന്നല്ല, ഞാൻ ഇപ്പോൾ കുറച്ച് തടി വെച്ചില്ല, അപ്പോൾ എന്നെ അത് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് കേട്ടോ. വേറെ ഒന്നല്ല, അത് തേജുവിന് വെക്കേഷൻ ആയാലും എനിക്കും വെക്കേഷൻ ആയ പോലെ തന്നെയല്ലേ. കുറേ പേര് കമൻറ്റിൽ പറഞ്ഞു ചേച്ചി കുറച്ച് തടി വെച്ചു എന്ന്. ഉണ്ട് ഗൈസ്, ഞാൻ കുറച്ച് തടി വെച്ചിട്ടുണ്ട്. ഇനി ഇവന് വെക്കേഷൻ കഴിഞ്ഞുല്ലോ, ഇനിയിപ്പോൾ ഞാൻ തന്നെ കുറഞ്ഞോളൂ. 2 മാസം വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനും തേജും കൂടി രാവിലെ എനിക്കണ്ട, നേരത്തെ എനിക്കണ്ട, ഓട്ടപ്പാച്ചിലില്ല, ഒന്നുമില്ലല്ലോ. ഇനി ഇതിപ്പോൾ കാറ്റഴിച്ച് വിട്ട ബലൂണ് പോലെ താനായിക്കോളും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആവട്ടെ. പിന്നെ അതേ വണ്ടിയൊക്കെ വന്നു കേട്ടോ, അവനെ കയറ്റി വിട്ടു. അതെപ്പോഴാണ് 8:30 കഴിഞ്ഞിട്ട് തോന്നുന്നു കേട്ടോ അവൻ്റെ വണ്ടി വരിക. ഏകദേശം ഒരു സമയം കേട്ടോ, 8:35 ആ ഒരു ടൈമിൽ കേട്ടോ. അങ്ങനെ ഇതേ കുട്ടി പോയി. പിന്നെ ഞാനിതേ അവനെ കയറ്റി വിട്ടിട്ട് ഇതേ നടന്ന് ഇതേ പതുക്കെ വരുന്നുണ്ട് കേട്ടോ. വിൻഷേട്ടൻ എന്നെ കളിയൊക്കെ ഞാൻ നടന്ന് വരുമ്പോഴൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് നാണം വന്നിട്ട് ഞാൻ തലകുമ്പിട്ടതാട്ടോ. അപ്പോൾ പിന്നെ ഇതേ ചോദിക്ക് വയ്യ, ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ നോക്കാം കേട്ടോ. രാവിലത്തെ ചായ കുടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വിൻഷേട്ടന് തണ്ടിലുമുണ്ടല്ലോ ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങളിത് ചായ കുടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ മുട്ടക്കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, നമ്മുടെ ശർക്കര കാപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോഴും കൺഫ്യൂഷൻ ആവട്ടെ, എന്താ ചെയ്യേണ്ടത്, പോണോ പോണ്ടേ വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കണത്. പിന്നെ ഞാൻ വിൻഷേട്ടൻ പറഞ്ഞു നമുക്ക് ചൂട് പിടിച്ച് നോക്കാം. ചൂട് പിടിച്ചിട്ട് നമുക്ക് വിൻഷേട്ടന് ചൂട് പിടിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് കുഴപ്പമില്ലെങ്കിൽ എന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണത് കേട്ടോ. പിന്നെ ഞാനിതേ വേഗം അടിച്ചൊരു തുടക്കൊക്കെ വേണ്ട, അതിന് മുന്നേ എനിക്കിത് എൻ്റെ ചടങ്ങ് തീർക്കണമല്ലോ. അതായത് എനിക്ക് പാട്ടൊക്കെ വെച്ച് നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ പണി തുടങ്ങുള്ളൂ കേട്ടോ.
അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് നേരെ പോയത് കിച്ചണിലേക്ക് കേട്ടോ. വേറെ ഒന്നല്ല, ഇന്നലെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുന്ന് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആദ്യം തന്നെ അത് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ എനിക്ക് ഫ്രിഡ്ജും കൂടി എനിക്കത് അങ്ങനെയാണ്, എന്തെങ്കിലും പച്ചക്കറി വാങ്ങിക്കൊടുന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് ആ ഫ്രിഡ്ജ് അങ്ങോട്ട് തുടച്ചിരിക്കും ഒരു സമാധാനക്കേടാ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ഫ്രിഡ്ജൊക്കെ ഒന്ന് മൊത്തത്തിലൊന്നുമില്ല കേട്ടോ, ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യണില്ലേ. അപ്പോൾ ആദ്യം തന്നെ ബീൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതേ ഒരു ബോക്സിലേക്ക് മാറ്റി കഴുകി ബോക്സിലാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഒക്കെ വേർതിരിച്ചെടുക്കണം, കാരണം നമുക്ക് ഇതിൽ തന്നെ എല്ലാ പച്ചക്കറിയും കൂടിയിട്ട് ഈ ഒരു കവറിൽ ഇട്ടേരല്ലേ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ മണ്ണ്, പിന്നെ ഞാൻ കൊള്ളിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൂടി മണ്ണൊക്കെ കൂടിയിട്ട് എല്ലാതും ഒന്നങ്ങോട്ട് മിക്സ് ആയ പോലെയൊക്കെ തോന്നി. അപ്പം ഞാനിത് എല്ലാതും കുറച്ച് കഴുകിയെടുത്ത് ഒന്നിങ്ങനെ വാർത്തെടുത്തിട്ട് ഇതേ നേരെ ബോക്സിലാക്കിയിട്ട് അടച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കാട്ടോ ചെയ്യുക. അങ്ങനെ പച്ചക്കറിയൊക്കെ ഒന്ന് ഒതുക്കി മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അവിടെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വേഗം ഒന്ന് തുടയ്ക്കാൻ നോക്കി. ഈ ഒരു സമയത്തായിട്ട് എനിക്ക് ഒന്ന് തുടച്ചാലോ തോന്നണത്. അതാണ് ഞാൻ കുമ്പിട്ട് ഇങ്ങനെ നോക്കണത്, എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ചളി വൃത്തികേടുണ്ടോ എന്നൊക്കെ. പിന്നെ ഞാൻ അതിൽ കുറച്ച് പാത്രങ്ങളിൽ ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ വേഗം ഒന്ന് നോക്കിയില്ലേ, കണ്ണും പൂട്ടി വേഗം ഒന്ന് തുടച്ചു തുടങ്ങിയിട്ടാ. അപ്പോൾ അതേ കുറച്ചുള്ള കരടും കാര്യങ്ങളും അടിയിലത്തേലും മൊത്തം അച്ചാറ് കുപ്പിയാണ്. അമ്മ എപ്പോൾ വരുമ്പോഴും അച്ചാറുകൾ കൊടുത്തിട്ട് നിറച്ച അച്ചാറിൻ്റെ കുപ്പികളാട്ടോ. എന്നുവെച്ചാൽ പുതിയത് നമുക്ക് കിട്ടുമ്പോൾ പഴയത് നമ്മൾ അവിടെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ആവശ്യമില്ലാത്തതായിട്ടൊന്നും ഇല്ല, പച്ചക്കറികൾ തന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ വിൻഷേട്ട അവിടെ നിൽക്കുന്നുണ്ട്, വിൻഷേട്ട അവിടെ വേറെ എന്തോ ചെയ്യുന്നുണ്ട്, എൻ്റെ ഒപ്പം നിന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കി. പിന്നെ കുറേ പേര് ആ ഫ്രിഡ്ജിൻ്റെ മുകളിലത്തെ കവർ ഇങ്ങനെ പറഞ്ഞ് കിടക്കുന്നില്ലേ, അത് പറിച്ച് കളഞ്ഞു ചേച്ചി, അല്ലെങ്കിൽ വൃത്തിയായിട്ട് പാട് വരും എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ അത് കളഞ്ഞൊന്ന് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് പിന്നെ ബാക്കി സബോള, പിന്നെ ചെറുള്ളി, പിന്നെന്താ ഞാൻ ഉരുളൻ കിഴങ്ങ്, അങ്ങനെ ഈ കൊട്ടയിലേക്കുള്ള സാധനങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ അതിലേക്ക് ആക്കണത്. അപ്പം അതിന് മുന്നേ അതിൽ ഉള്ള ചെറിയ ഉള്ളിയുടെ തുണ്ടും കേടായതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് മൊത്തത്തിൽ ആ കൊട്ട ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ്. ഞാൻ വേറെ കൊട്ട ഉണ്ടല്ലോ ആമസോണിൽ നോക്കി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ അത് ഇവിടെ ഇപ്പോൾ വെച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കിച്ചണിലെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ ഒരു കിച്ചണിലെ വർക്ക് ഏരിയത്തെ. അപ്പോൾ അത് ഫുള്ള് പണി കഴിഞ്ഞിട്ട് ആ ഒരു സെറ്റ് വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും അത് കിച്ചണിൽ വെച്ചാൽ. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇതേ തുണി ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. അടിച്ചൊരു തുടക്കണേക്കാൻ മുന്നേ ഈ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട് അത് കറങ്ങി റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ അടിയും തുടയും കഴിച്ചാൽ പിന്നെ അത് തോരട്ട് കഴിഞ്ഞിട്ട് വലിയ പണിയില്ല. അപ്പം ഞാൻ വേഗം കൈയോടെ ഇതേ തുണിയിലേക്ക് ഇട്ടു. പിന്നെ തേജപ്പൻ്റെ വൈറ്റ് യൂണിഫോം ആട്ടോ അത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടില്ല, ബാക്കി ഒക്കെ ഇട്ടു കേട്ടോ. അപ്പം അത് കല്ലുമ്മ തിരുമ്മാന്ന് വെച്ചിട്ട് അതും ഇട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ഇത് അടിച്ചൊരു തുടയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വിൻഷേട്ട ഇതിവിടെ കിടക്കുന്നുണ്ട്, 2-3 തലവണയൊക്കെ വെച്ചിട്ടുണ്ട് തോന്നുന്നു. നടുവിന് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് TV കാണുക കേട്ടോ കിടന്നിട്ട്. ഞാൻ വേഗം അടിച്ചു വരാൻ തുടങ്ങി. ഇനി തുടയ്ക്കൽ മൊത്തത്തിലൊന്നും ഞാൻ അടിച്ചൊരു തുടയ്ക്കുന്നത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വേറെ ഒന്നല്ല, എന്തിനാ ഇപ്പോൾ കുറേ എടുത്തിട്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അതാണ് ഞാൻ ഹാള് മാത്രം അടിക്കണതും തുടയ്ക്കണതും അങ്ങനെ കുറച്ച് ക്ലിപ്പ് എടുത്തത്. പിന്നെ വിൻഷേട്ടനോട് ട്രൈപോഡിൽ വെക്കാൻ മടിയായപ്പോൾ വിൻഷേട്ട ഈ തുടയ്ക്കണ ക്ലിപ്പൊന്നും എടുത്തായോ എന്നും പറഞ്ഞിട്ടാട്ടേക്ക് ഒരു ക്ലിപ്പ് എടുത്തുന്നത്. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞു, എല്ലാ പണി ഇട്ടോ. തോരട്ടിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു, മഴ പെയ്തപ്പോഴേക്കും. ബാക്കി അടി തൊട അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് എൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി മോയ്സ്ചറൈസറും ചെറിയ ലിപ് ബാമും വീഡിയോ എടുക്കുമ്പോൾ ഞാനത് കളയില്ല, അത് കിട്ടും. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കുറേ പേര് യൂട്യൂബിൽ തന്നെ റിവ്യൂസ് കാണാമല്ലോ, അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതൊക്കെ നന്നായി പരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ വെറുതെ ഡെമോ കാട്ടിയതാട്ടോ. ഓൾറെഡി ഞാൻ അതൊക്കെ പരട്ടി മുടി സെറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി മറ്റേ വാഷിംഗ് മെഷീനിൽ തുണികളിട്ടുണ്ട്, അതായി കഴിഞ്ഞാൽ തോരയിടുക വേണ്ടു. ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം എന്തായാലും ചേട്ടാ 11 മണിയായിട്ടോ. ഇന്ന് നേരം വൈകി കുറച്ച്, അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴേക്കും കഴിയാറുണ്ട്. അതാ കിച്ചണിൽ അതൊക്കെ ഒതുക്കാനൊക്കെ നിന്നതുകൊണ്ടാണ്. പിന്നെ വിൻഷാട്ട് ഇവിടെ പ്രേതത്തിൻ്റെ പടം വെച്ചിട്ടുണ്ട്, ചേട്ടൻ എടുക്കുക. പിന്നെ പ്രേതത്തിന്റെ പടം വിൻഷാന്റെ തലയിൽ ഞാൻ റോസ്മേരി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇത്ര കണ്ടത്. ഞാൻ അടിക്കാറുണ്ട് കേട്ടോ റോസ്മേരി വാട്ടർ സ്പ്രേ. ഞാൻ ഡെയിലി ഇല്ല, എൻ്റെ മൂഡ് അനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പം പ്രായത്തിന്റെ പടം ഏതാ പടം എന്നറിയില്ല, പുതിയ തോട്ടിയിട്ടില്ല വന്നിട്ടുള്ളതാണ്. ശുഭം ആ അപ്പൊ കയറും.
അപ്പൊ ഗൈസ് പടം കാണാണ്. ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുകയാണ്. വിൻഷാട്ടിന്റെ കുറഞ്ഞിട്ടില്ല അല്ലേ, വേദന ഉണ്ട് എന്നാ പറയണ. അപ്പൊ ഇന്നും കൂടി മരുന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ നാളെ എക്സ്റേ എടുക്കാൻ എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ ഡോക്ടറെ ഇന്നലെ നമ്മൾ ഡോക്ടറെ കാട്ടിയത് 3 ദിവസത്തെ മരുന്നുണ്ടല്ലോ, ഒരു കോഴ്സ് തരുമല്ലോ ഇത്ര ദിവസത്തെ. അപ്പൊ 3 ദിവസത്തെ തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം കൂടി നോക്കണുള്ളൂ, ഇല്ലെങ്കിൽ നാളെ ഡോക്ടറെ കാണാൻ വെച്ചിട്ടാണ്. അങ്ങനെ വേറെ കിടക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ വേഗം എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. സംഭവിക്കുമോ ഞാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ കുറേ പേര് പ്രൊമോഷൻ്റെ ഓരോന്ന് പറയുന്നുണ്ട്. പ്രൊമോഷൻ വീഡിയോസ് എന്താ ചെയ്യണേൽ നെഗറ്റീവായിട്ട് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യണത് ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ വേണ്ടാത്ത പ്രൊമോഷൻ ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, പിന്നെന്താ ജ്വല്ലറീസ് അങ്ങനത്തെ ഒക്കെ പ്രൊമോഷൻ ചെയ്യണോണ്ട് തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഞാനായാലും ഡ്രസ്സിൻ്റെയും ജ്വല്ലറീസിൻ്റെയും നല്ല സാധനം ഡ്രസ്സിന്റെയും ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ട് കാട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഇത്ര കുറവിന് ഒരു പേജിലുണ്ട് എന്നൊക്കെ കാട്ടുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറിയാം നമ്മുടെ പ്രൊമോഷൻ വഴിയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കും കാര്യമാണ്. നിങ്ങൾ വാങ്ങുമ്പോൾ ആ പേജുകാർക്ക് ആ ബിസിനസ് ചെയ്യണവർക്കും ലാഭമാണ്, അവർക്കൊരു കാര്യമാണ്, 2 കൂട്ടർക്കും കാര്യമാണ്. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊമോഷനും പൊട്ട രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. ഇപ്പം പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊമോഷൻ ആയാലും ഈ പത്രപരസ്യം അതേപോലെ തന്നെ നോട്ടീസ് രൂപത്തിലായിരുന്നു. ഇപ്പൊ അത് ഓരോരുത്തർ ഇൻഫ്ലുവൻസ് ഇപ്പൊ ഓൺലൈൻ വഴി ചെയ്യണു, അത്രേ ഉള്ളൂ. പിന്നെന്ന് പറയുമ്പോ ചെയ്യാൻ പറ്റാത്ത പ്രൊമോഷൻ ഇപ്പൊ നമ്മൾ കാണാലോ, ഈ ബെറ്റിംഗ് ആപ്പ്, ഗെയിമിങ് ആപ്പ്, ഒരു വേറെ ടീമുകാരോട് ഇത്ര പൈസ വെച്ചിട്ടുള്ള ആ പരിപാടികളില്ലേ, ആ പ്രൊമോഷൻ ചെയ്യാണ്ടിരുന്നാൽ മതി. അതൊന്നും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ട് ബെറ്റിംഗ്, ഗെയിമിങ് ആപ്പ് അങ്ങനത്തെ ഒക്കെ ഉള്ള വേണ്ടാത്ത പ്രൊമോഷൻസ് ചെയ്യാണ്ടിരുന്നാൽ മതി. അല്ലാതെ ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ, കുറച്ച് ഇപ്പോൾ പ്രൊഡക്റ്റുകൾ നിങ്ങൾ തന്നെ കമൻസിൽ ചോദിക്കും, ചേച്ചി മേക്കപ്പ് പ്രൊഡക്റ്റ് എന്താണ്, ലിപ് ബാമിൻ്റെ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഏതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മളൊരു പേജിന് അങ്ങനത്തെ പ്രൊഡക്റ്റ് ഇപ്പോൾ മെയിനായിട്ട് യൂട്യൂബിൽ പർപ്പിളിൻ്റെ പ്രൊമോഷൻ കുറേ പേര് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എനിക്കും വരുന്നുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ യൂസ് ചെയ്തിട്ട് ഓക്കെ ആയതിന് ശേഷം നമ്മളത് പ്രൊമോഷൻ ചെയ്യുള്ളൂ. ഇപ്പം ഞാനായാലും അതെന്തായാലും ഇപ്പം എനിക്ക് 1-2 പ്രൊഡക്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ട് എനിക്ക് അതിൽ റിസൾട്ട് തോന്നിയില്ല, ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ റിസൾട്ട് ഓക്കെ ആയിട്ട് തോന്നിയ ഇത് മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ. പിന്നെ ആ പ്രൊമോഷൻ വഴി നമുക്കും ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ട്, അത് നമുക്കൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യണതിന് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. പ്രൊമോഷന് 2 ഫേസും ഉണ്ട്, പൊട്ടയുണ്ട് നല്ലതുണ്ട്. ഈ പൊട്ട എന്ന് പറയുന്നത് നമ്മൾ വേണ്ടാത്ത പ്രൊമോഷൻ ചെയ്യാണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് നല്ലത് പ്രൊമോട്ട് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പ്രൊമോഷൻ ആരും കുറ്റമായിട്ട് എടുക്കരുത്. അതിപ്പോൾ നമുക്ക് ഒരു യൂട്യൂബറായ ഇപ്പം നമുക്കൊരു ഒന്ന് ചാനൽ സെറ്റായി കഴിഞ്ഞാൽ കുറച്ച് പേര് കാണുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് ഓരോ പേജുകാർ നമ്മളുടെ അടുത്തേക്ക് വരും പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് നല്ലത് മാത്രമേ, ഇപ്പം ഞങ്ങളുടെ പേജിൽ നിന്ന് എന്തായാലും വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല, അത് ഉറപ്പാണ്. കുഴപ്പമില്ല, നല്ലതെന്നുള്ള കാര്യങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്യും കേട്ടോ. പ്രൊമോഷൻ ഞാൻ ചെയ്യുന്നുണ്ട് പ്രൊമോഷനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിലവർ വന്നിട്ട് ഇപ്പോൾ ഫുള്ള് പ്രൊമോഷൻ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്തിനാ വെറുതെ. അപ്പോൾ നമ്മൾ ഓക്കെ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ 2-3 വീഡിയോസിലായിട്ട് അടുപ്പിച്ചിട്ടൊരു പ്രൊമോഷൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ കമൻസ് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും ഇല്ലാട്ടെ, കുറച്ച് പേര്. അപ്പോൾ തെറ്റായത് പ്രൊമോട്ട് ചെയ്യാണ്ടിരുന്നാൽ മതി. നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങുക, ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങുക, ആവശ്യമുള്ളവർ വാങ്ങുക, അല്ലാത്തവർ വേണ്ട, അത്ര തന്നെ കേട്ടോ. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വിൻഷാട്ട പ്രായത്തിൻ്റെ പടം കാണുന്നുണ്ട്. അപ്പോൾ എന്താ കുപ്പി, അപ്പോൾ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. ഇപ്പം തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ പറയുന്നു. ഓക്കെ, ബൈ.